നമ്മൾ ഇന്നുള്ളത് കുമരകം മലരിക്കലാണ്. ഇവിടെ ആമ്പൽപ്പൂവിന്റെ ഒരു കൃഷി, ഒരു ഭയങ്കര വിസ്മയകരമായ ഒരു തോട്ടം തന്നെയാണ് ഉള്ളത്. ഞങ്ങൾ ഒരു കെട്ട് ആമ്പല് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് വാടി തുടങ്ങി. നമുക്ക് ഇവിടത്തെ കാഴ്ചകളിലേക്ക് പോവാം. നമ്മളിവിടെ 2 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും അവിടുത്തെ ആൾക്കാരൊക്കെ നമ്മളോട് ചോദിക്കും എങ്ങനത്തെ വെള്ളം വേണം, എങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം നമ്മൾ അതിനനുസരിച്ച് പറയുമ്പോഴത്തേക്കിനും നമുക്ക് വേണ്ട രീതിയിൽ അവർ വെള്ളം സെറ്റ് ചെയ്ത് തരും. നമ്മൾക്ക് അതനുസരിച്ച് പോയാൽ മാത്രം മതി. പിന്നെ 2 ടൈപ്പ് യാത്രയുണ്ട്. ഒരെണ്ണമാണെങ്കിൽ ഒരാൾക്ക് 100 രൂപ വെച്ച് ഈ അടുത്ത് കാണുന്നില്ലേ അവിടെ മാത്രം പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1000 രൂപയുടേത് ഒരു 15 മിനിറ്റ് ട്രാവൽ ചെയ്തിട്ട് ഇച്ചിരിയും കൂടെ മനോഹരമായ കാഴ്ചകളാണ് അവിടെ ഉള്ളത്. ഇവിടത്തേക്കാളും കൂടുതലായിട്ട് നമുക്ക് അവിടെ അറിയാൻ പറ്റും. അപ്പം അതാണ് 1000 രൂപയുടേത്. അതാണ് ഇച്ചിരി കൂടെ നല്ലത്. നമ്മളിപ്പോൾ പോകുന്നത് 800 ഏക്കറിലെ ഒരു അമ്പലത്തോട്ടത്തിലേക്കാണ്. അവിടെ 1 മണിക്കൂർ ട്രിപ്പാണ് നമുക്കുള്ളത്. 1 മണിക്കൂർ നമുക്ക് ഇച്ചിരി കൂടെ ടൈം തരും. ആ ഒരു ഏക്കറിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കിനും വഞ്ചി മോട്ടോർ ഓഫാക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് ആ അമ്പലത്തോട്ടത്തിലേക്ക് കയറും. എന്നിട്ട് നമ്മൾ അവിടെ നിർത്തിയിട്ടേക്കും. നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മളുടെ ആവശ്യത്തിന് എടുക്കാം. അവരിങ്ങനെ ഇത്ര ടൈമൊന്നും പറയത്തില്ല, നമ്മളുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കാം. ഇവിടെ രാവിലെ 6 മണി മുതൽ 10 മണി വരെയാണ് നമുക്ക് ടൂറിസ്റ്റിന് വിസിറ്റ് ചെയ്യാൻ ടൈം. കാരണം എന്താണെന്ന് വെച്ചാൽ സൂര്യഗ്രഹണം ഈ അമ്പൽപ്പൂവിനെ തട്ടി അത് വാടിപ്പോവും. അപ്പോൾ അത് വാടിപ്പോകുമ്പോൾ അത് കാണാൻ ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രാവിലെ 6 മണി മുതൽ 10 മണി വരെയും ടൈം കൊടുത്തേക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു 9 മണി തൊട്ട് വരുന്നതായിരിക്കും നല്ലത്. കാരണം ഞങ്ങൾ പോയപ്പോഴത്തേക്കിനും മഴച്ചാറ്റലും കാർമേഘവും ഒക്കെ ആയിരുന്നു. അപ്പോൾ ലൈറ്റൊന്നും ശരിയായിരുന്നില്ല. ഞങ്ങൾ തിരിച്ച് ഇറങ്ങാറായപ്പോഴത്തേക്കിനും വേണം വെട്ടമൊക്കെ വന്നത്, ഒരു 9:30 ആയപ്പോഴത്തേക്കിനും. അപ്പോൾ അതാണ് ഇച്ചിരി കൂടെ നല്ലത്. ഇവിടെ ഒത്തിരി ടൂറിസ്റ്റേഴ്സ് വരുന്നുണ്ട്. 1-2 ബോട്ടും അല്ല ഉള്ളത്, ഒത്തിരി ബോട്ടും ഒത്തിരി ടൂറിസ്റ്റേഴ്സും വരുന്നുണ്ട്. ഇനി നമുക്ക് ആ ആമ്പൽത്തോട്ടത്തിലേക്ക് പോകാം. ഈ ആമ്പൽപ്പൂക്കളെ കാണാൻ എന്ത് മനോഹരമാണ്, നിങ്ങൾ തന്നെ നോക്ക്.
ആമ്പൽ കൃഷി എന്ന് പറയുമ്പോഴത്തേക്കിനും ജൂൺ മുതൽ ഓഗസ്റ്റ് അവസാനം വരെയാണുള്ളത്. ഇതിപ്പോൾ ഓഗസ്റ്റാണ്, അപ്പോൾ ഇതോടെ തീരുവാണ് ഈ ആമ്പലിൻ്റെ ഇത്. ഇനി ഇതിന് ശേഷം ഇവിടെ നെൽകൃഷി ആയിരിക്കും, വെള്ളം ഫുള്ള് പറ്റിപ്പോവും. ഇത് രാത്രി 5 മണിക്ക് ശേഷമാണ് പിന്നെ ഈ വെട്ടം വന്നതിന് ശേഷം 5 മണിക്ക് ശേഷമാണ് ഇത് വിടരുന്നത്. പക്ഷെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അന്നേരം ഒന്നും ആരും വരാത്തത്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും, സൂര്യപ്രകാശമുള്ള സമയത്ത് ഇത് വിരിയൂല. ഇവിടെ ഒത്തിരി പേര് വരുന്നതും ഫോട്ടോസിനാണ്. ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒത്തിരി വെഡ്ഡിങ് ഫോട്ടോസും സേവ് ദ ഡേറ്റും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഡ്രോൺ ഉപയോഗിച്ച് എടുക്കാനും എല്ലാം മനോഹരമായ ഒരു സ്ഥലം തന്നെയാണിത്. ഇത്രയും നേരം ഞാൻ പറഞ്ഞല്ലോ, വളരെ മനോഹരമായിരുന്നെന്ന് ഞാൻ തന്നെ വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.